2000 തൊട്ട് 2026 വരെ ജയറാം ചെയ്തത് ആകെ 3 സിനിമകളാണ്. 2002 മകൾ സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ, 2004 എബ്രഹാം ഓസ്ലർ മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ, ഇപ്പോഴിതാ ആശകളായിരം തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ്. ജയറാം കാളിദാസ് ജയറാം എന്ന കോമ്പിനേഷൻ 23 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് വരാൻ പോവുകയാണ്. അതൊരു വലിയ ഹൈ ആണ്. പറയാൻ വരുന്നത് ഈ രണ്ട് ആളുകൾ, ഈ അച്ഛൻ മകൻ കോമ്പിനേഷനിൽ വന്ന നമുക്ക് 2 സിനിമകളെ കുറിച്ച് ഒന്ന് നോക്കിയാലോ. അതായത് ആദ്യം ചെയ്ത സിനിമ എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. ഇന്നും പലരുടെയും ഫേവററ്റ് മൂവി ലിസ്റ്റിലുള്ള ഒരു സിനിമയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അതിനകത്ത് കാളിദാസിൻ്റെ അഭിനയം ഇത് ക്യൂട്ടാണ്. അതായത് നമ്മളിപ്പോഴും റീവിസിറ്റ് ചെയ്യുമ്പോൾ പോലും ഭയങ്കര രസമായിട്ടുള്ളൊരു കോമ്പിനേഷൻ, കെമിസ്ട്രി എന്നുള്ളതാണ്. അതിനെ പറ്റിയുള്ളൊരു കഥയുണ്ട്. അതായത് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊരു ചൈൽഡ് ആർട്ടിസ്റ്റിനെ വേണം സത്യനന്ദിക്കാടിനും ജയറാമിനും. പലരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, പലയിടത്തും നോക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. 2-3 പേരെയൊക്കെ കൊണ്ടുവന്നു, ഒന്നും വർക്കാവുന്നില്ല, ടൈമിങ് കിട്ടുന്നില്ല, അത് അഭിനയിക്കാൻ പറ്റുന്നില്ല, ഇത് അഭിനയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് KPS ലളിത് പറയുന്നത്, കാളിയില്ലേ, കണ്ണനില്ലേ, അവനെ വിളിച്ചു നോക്കിയാലോ എന്നത്. അപ്പോഴാണ് ജയറാമും സത്യനന്ദിക്കാട് പോലും ശരിയാണല്ലോ, കണ്ണനുണ്ടല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പാർവതി, അതായത് ജയറാമിൻ്റെ ഭാര്യ പാർവതി, ജയറാം അശ്വതി എന്ന് വിളിക്കുന്ന പാർവതി വീട്ടിൽ ഇരിക്കുകയാണ്. കാളിദാസ് കണ്ണൻ സ്കൂളിൽ നിന്ന് തിരികെ വരുന്ന സമയത്ത് പാർവതി ചോദിക്കുകയാണ്, നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അതേ ഊർജ്ജസ്വലനായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ അതേ ഊർജ്ജസ്വലനായ കണ്ണനുണ്ടല്ലോ, ആ കണ്ണൻ എഴുന്നേറ്റ് എന്ന് പറയുന്നു, യെസ് ഞാൻ റെഡി എന്നാണ് പറയുന്നത്. അങ്ങനെ റെഡി എന്ന് പറഞ്ഞ ആ കാളിദാസിനെയും കൊണ്ട് നേരെ സത്യനന്ദിക്കാടിൻ്റെ സെറ്റിലേക്ക് പോവാണ്, കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സെറ്റിലേക്ക് പോകുന്നു. ആദ്യത്തെ ഷോട്ട് ആ ലോറിയുടെ മുകളിൽ, അതായത് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രത്തിൻ്റെ ലോറിയുടെ മുകളിൽ ഇങ്ങനെ നോക്കുന്ന കാളിദാസിൻ്റെ ഒരു ഷോട്ടാണ്. അപ്പോൾ അതെടുക്കുന്നു, ഡയലോഗില്ല, അതെടുക്കുന്നു, പോകുന്നു, പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. സത്യനന്ദിക്കാട് കൈയടിച്ചിട്ട് പറയുന്നു, ഇവൻ മതി. അങ്ങനെ ആ ഇവൻ മതി എന്നതിൽ നിന്നാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിൽ കാളിദാസ് ജയറാം ഇന്നാകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കണ്ടത് നമുക്ക് നമ്മുടെ ഉള്ളിനുള്ളിൽ അറിയാം, ഇതൊരു അച്ഛൻ മകൻ കോമ്പിനേഷൻ ആണെങ്കിൽ പോലും തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് കണ്ടവർ പറയുന്നുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, പക്ഷേ ടി വിയിൽ കാണുമ്പോൾ പോലും എന്ത് കെമിസ്ട്രിയാണ്, എന്ത് നല്ല കെമിസ്ട്രിയാണ്. ആ സിനിമ ഇപ്പോഴും പലരും കണ്ടിരിക്കുന്നത് പോലും എൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഇവർ നടത്തുന്ന കോമ്പിനേഷനും അല്ലെങ്കിൽ ചെല്ലക്കാറ്റ് എന്ന പാട്ടാവട്ടെ, അങ്ങനെ എല്ലാം കൊണ്ടാണ്. പിന്നീട് വന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത എൻ്റെ വീടും അപ്പൂൻ്റെയും എന്ന സിനിമയാണ്. ജ്യോതിർമയാണ് അതിൽ നായികയെത്തിയത്. ജയറാം, കാളിദാസ് എല്ലാവരും ഉണ്ട്. ആ സിനിമ ഞാൻ 2ാമത്തെ വട്ടം കണ്ടിട്ടില്ല, ഒറ്റ വട്ടം കണ്ടിട്ടുള്ളതാണ് എനിക്ക് ആ സിനിമ. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ മൈൽഡ് മെമ്മറിയാണ് ആ സിനിമയെക്കുറിച്ചുള്ളത്. പക്ഷേ ആ പാട്ട് നമുക്ക് ഇപ്പോഴും എനിക്ക് 2ാമത് കാണാൻ തോന്നിയിട്ടില്ല. അത് ആ സിനിമയോടുള്ള വെറുപ്പ് കൊണ്ടല്ല, അത് അത്രമാത്രം നമ്മളെ നെഞ്ചിലേക്ക് സിബി മലയിൽ അങ്ങ് ഇട്ട് തരും. ഇത് അസ്ത്രം അടിച്ചങ്ങ് നെഞ്ചിലിടുക എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തു തന്നൊരു സിനിമയാണ് എൻ്റെ വീടും അപ്പൂൻ്റെയും. അതുകൊണ്ട് ആ ഒരു ക്രൈമൊക്കെ കമ്മിറ്റ് ചെയ്ത് പിന്നീട് കാളിദാസിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ ചേഞ്ചൊക്കെ കാണുമ്പോഴേക്കും എവിടെയോ പോകുന്നൊരു ആക്ടർ എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. ദാറ്റ് ഇസ് വൈ ഹി ഗോട്ട് എ നാഷണൽ അവാർഡ് ആസ് വെൽ. അതായത് അങ്ങനെ ഉണ്ടായിരുന്നൊരു കാളിദാസ്. പിന്നീട് തിരിച്ചു വന്ന കാളിദാസ് ഇപ്പോൾ പ്രധാനപ്പെട്ട പല സിനിമകളും ചെയ്തു, തമിഴിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട സിനിമകൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ പോലും എല്ലാവരും ചോദിച്ചിരുന്നൊരു കാര്യം ജയറാം കാളിദാസ് കോമ്പിനേഷൻ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം താരങ്ങൾ, അച്ഛനമ്മമാർ അല്ലെങ്കിൽ അച്ഛൻ മകൻ താരം കോമ്പിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മലയാളികൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും. ഇപ്പം ആദ്യം എന്ന് പറയുന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലും ലാലേട്ടനും കൂടെ വന്ന കോമ്പിനേഷൻ പക്ഷേ ആദ്യക്ക് നല്ലൊരു ഹൈ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ദുൽഖർ സൽമാൻ മമ്മൂട്ടി കോമ്പിനേഷനിൽ ഒരു സിനിമ വരുമെന്നുള്ളത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ല. മൂത്തോനിൽ കൈവച്ച് മമ്മൂട്ടിയും വേറെ ഏതോ ഒരു ഷോട്ടിൽ ദുൽഖർ എന്ന് പറയാമെന്നല്ലാതെ ഇരുവരും ഒരുമിച്ചൊരു ഫ്രെയിമിലെത്തുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പം പാപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഗോകുൽ സുരേഷും സുരേഷ് ഗോപിയും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ജയറാം കാളിദാസ് കോമ്പിനേഷൻ നമ്മൾ അങ്ങനെ ചെറുപ്പത്തിൽ കണ്ടതല്ലാതെ പിന്നീട് വലുതാകുമ്പോൾ എപ്പോഴായിരിക്കും എന്നുള്ള ചോദ്യം. പല സ്ക്രിപ്റ്റുകളും ഇരുവരെയും തേടിയെത്തി ഇരുവരും ഒരുമിച്ച് അഭിനയിക്കണമെന്ന് പറഞ്ഞ പല സ്ക്രിപ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ ഈ കഥയാണ് എന്തോ ഒരു ഹുക്കിംഗ് പോയിന്റ് ഉണ്ടെന്ന് ജയറാമിനും കാളിദാസിനും മനസ്സിലാവുകയും അവർ ഈ സിനിമ ഏറ്റെടുക്കാൻ തയ്യാറായതെന്നുമാണ് ഇരുവരും അഭിമുഖത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം. ജി പ്രജിത്താണ് ഈ സിനിമയുടെ സംവിധായകൻ. പക്ഷേ ഒരു വടക്കൻ സെൽഫിയുടെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിനുശേഷം സത്യം പറയാൻ വിശ്വസിക്കും തുടങ്ങിയ സിനിമകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഹി ഈസ് കമ്മിങ് ബാക്ക്. ആശകളായിരം, ആശാ ശരത്താണ് ഇതിൽ നായികയായി എത്തുന്നത്. ഇഷാനി കൃഷ്ണനാണ് കാളിദാസിൻ്റെ നായികയായി എത്തുന്നത്. ആശാ ശരത്ത് എത്തുന്നത് ജയറാമിൻ്റെ ഭാര്യയായിട്ടാണ്. ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലാണ് ഈ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നത്. ജൂഡ് ആൻ്റണി ജോസഫാണ് ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നതും കൂടി ഒരു പ്രത്യേകതയും കൂടി ഈ സിനിമയ്ക്കുണ്ട്.
ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും ഒരു വളരെ രസകരമായ ട്രെയിലറാണ്. അതായത് പണിക്കൊന്നും പോവാതെ അച്ഛനമ്മയുടെയും ചെലവിൽ ജീവിക്കുന്ന ഒരു നായക കഥാപാത്രമായിട്ടാണ് കാളിദാസൻ ഇതിനകത്ത് എത്തുന്നത്. അങ്ങനെ ഒരു നടനാകണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഉള്ളതാണ് സിനിമയിൽ കാണേണ്ടത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സട്ടിൽ പ്ലോട്ടാണ്. പുതുമയാർന്ന സിനിമയായിട്ടൊന്നും ജയറാമോ കാളിദാസോ ഈ സിനിമയെ വിലയിരുത്തുന്നില്ല. ബട്ട് കുറേ നാൾക്ക് ശേഷം കാണുന്ന ഒരു ജയറാം ചിത്രം അല്ലെങ്കിൽ ജയറാം സിനിമകളുടെ ഫ്ലേവർ ഉണ്ടല്ലോ ഈ പടത്തിൽ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറുമെന്നാണ് അവരുടെ വിശ്വാസം എന്നത് ഈ അണിയർ പ്രവർത്തകരൊട്ടാകെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അതാണ് ആശകളായിരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനും ആഗ്രഹം. ഒരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല നമ്മൾ കാത്തിരിക്കുന്നത്. അവരുടേതായ മൊമെൻറ്റ്സ് ഇപ്പോൾ സന്ദേശം എന്ന സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി, അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു ക്യൂട്ട് കുടുംബ ചിത്രം, ഒരു ജയറാം സിനിമകൾ കിട്ടുന്ന ഒരു ക്യൂട്ട് കുടുംബ ചിത്രം തന്നെയാണ് തിയേറ്റർ പ്രതീക്ഷ കൊണ്ട് പോകുന്നത്. ഷറഫുദ്ദീൻ ഈ സിനിമയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു താരനിരയുണ്ട്. അഖിൽ NRD എന്ന യൂട്യൂബറൊക്കെ ഈ സിനിമയിലെത്ത് അഭിനയിക്കുന്നുണ്ട്. രമേഷ് പിഷാരുടെ ഒരു സീനിൽ ഈ സിനിമയിലുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളൊരു പ്രതീക്ഷ, സാധാരണ ഒരു കുടുംബ സിനിമ കാണാൻ പോകുന്നൊരു പ്രതീക്ഷ മാത്രമാണ് ഇതുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട് റിയലി വെൽ. 23 വർഷങ്ങൾക്ക് ശേഷം അതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പുതുകാലം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. ഇറ്റ്സ് തമിഴ് ആന്തോളജി. ആ പടത്തിനകത്ത് ജയറാമും കാളിദാസും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. അതായത് ജയറാമിൻ്റെ ചെറുപ്പകാലമായിട്ടാണ് കാളിദാസ് എത്തുന്നത്. അപ്പുറത്തുണ്ടായിരുന്ന, അതായത് ജയറാമിൻ്റെ പേരായിട്ട് വന്നത് ഉർവശിയാണ്. ഉർവശിയുടെ ചെറുപ്പകാലമായിട്ട് അഭിനയിച്ചത് കല്യാണി പ്രിയദർശനാണ്. അപ്പം സുധാ കൊങ്കരയാണ് ആന്തോളജി സംവിധാനം ചെയ്തത്. അപ്പം അങ്ങനെയും ഒരു സിനിമയും കൂടിയുണ്ട്. അപ്പോൾ ആ പടം കൂടി ഉണ്ട്. പക്ഷേ അവർ ഒരുമിച്ച് വരാത്തതുകൊണ്ടാണ് ഞാൻ ആ സിനിമ കൂട്ടാത്തത്. ബട്ട് ജസ്റ്റ് ഫോർ യു ഇൻഫർമേഷൻ. എന്തായാലും നാളെ വീണ്ടും ആ സ്ക്രീനിൽ ഒരുമിച്ച് ഇരുവരെയും കാണാൻ പറ്റുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടാകും. സോ ദാറ്റ്സ് ഇറ്റ്. വെയിറ്റിംഗ് ഫോർ ആശകളായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.